ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കോഴിക്കോട് ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്ന തന്നെ നല്ല മഴയാണ്, നല്ല തണുപ്പും. അപ്പോൾ റോസുട്ടിക്ക് ഒരു ആഗ്രഹം, മുറ്റത്ത് പോയിട്ട് പപ്പച്ചീൻ്റെ കൂടെ കളിക്കണം. അപ്പോൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിട്ട് പപ്പച്ചീനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ 2 പേരും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന്. കുറേ കാലം കഴിയുമ്പം ചൈൽഡ്ഹുഡ് കുറേ ഓർമ്മകളാണല്ലോ ഇതെല്ലാം. അപ്പോൾ അത് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് ചെയ്തതാണിത്. അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, സന്തോഷം തോന്നിയിട്ടോ. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചായിരിക്കും മഴയത്ത് കളിക്കാനും ഒക്കെ. അപ്പം കുറേ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ കളിച്ചിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ വീട്ടുകാരുടെ കൂടെ ഒന്നും കളിക്കാൻ പറ്റാത്തവർക്ക് അതൊരു സങ്കടം തന്നെയായിരിക്കും വലുതായി കഴിയുമ്പം ഓർക്കുമ്പം. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞതാണല്ലേ. 90s പിള്ളേർക്ക് ഒത്തിരി ഓർമ്മകളുണ്ടാവും. കഞ്ഞിയും കറിയും വെച്ച് കളിച്ചതും, മഴയത്ത് കളിച്ചതും, പുഴയിൽ പോയി കുളിച്ചതും ഒത്തിരി ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ കുറേ കമ്പ്യൂട്ടർ ഗെയിം, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ മൊബൈൽ ഫോണിൽ റീൽസ് കാണുക, ഷോർട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. അതല്ലാതെ പ്രത്യേകിച്ചൊരു എന്താ പറയുക, പുറത്തിറങ്ങി വായുവും നമ്മുടെ പ്രകൃതിയോടും ഒക്കെ ഇണങ്ങിയിട്ട് ഒരു ജീവിതമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പം നമ്മൾ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻകറേജ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മളാണ് നല്ല നല്ല കാര്യങ്ങൾ, ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ മഴയത്തിറങ്ങുക. പനി പിടിക്കും എന്ന് വിചാരിച്ചിട്ട് മഴയത്ത് ഇറക്കാതിരിക്കരുത്. റെയിൻകോട്ട് ഇട്ടിട്ട് ഇറക്കിയാൽ മതി. അപ്പോൾ അവർക്ക് കൂടുതൽ റിലാക്സ്ഡ് ആവും. അവർ ഈ കമ്പ്യൂട്ടർ ഗെയിമിലേക്കും ഓൺലൈൻ മൊബൈൽ ഫോണിൽ അഡിക്ഷനിലേക്കൊന്നും പോവില്ല. അപ്പോൾ ഇവിടെ 2 പേരും കൂടി കുറേ നേരം കളിച്ച് കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി, ഞാനും മൊബൈൽ ഫോണിൽ പാട്ട് പ്ലേ ചെയ്ത് കൊടുത്ത് അവരതിനനുസരിച്ച് കുറേ നേരം അവിടെ ഇങ്ങനെ കളിച്ച് നിന്നു. അപ്പോഴത്തേനും റോസൂട്ടി നല്ല റിലാക്സ്ഡ് ആയി കേട്ടോ. അവർ ഭയങ്കര ഹാപ്പി ആവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് കുട്ടികൾ സന്തോഷം കണ്ടെത്തുക.
രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ പുതച്ചുകൂടി കുറേ നേരം ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു രാവിലെ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ സ്വിഗ്ഗിയിലെ ചേട്ടൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവരുടെ കളി കണ്ടിട്ട് ആൾക്ക് ഭയങ്കര ചിരി വന്നു, ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ മുഖമൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്, ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ ഇവരുടെ കളിയൊക്കെ കണ്ട് ചേട്ടൻ ഭയങ്കര ചിരിച്ച് അങ്ങനെയാണ് പോയത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ ടൈം എത്രത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്രയും എഫക്റ്റ് അവരുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.